ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചകിരിച്ചോറിൻ്റെ കറ കളയുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് ചെടി ഉണ്ടാക്കാനും പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ചകിരിച്ചോറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കയർ സൊസൈറ്റിയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ചകിരിച്ചോറ് കിട്ടിയത്. രഞ്ജിത്താൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഈ ചകിരിച്ചോറ് കൊണ്ടു തന്നത്. അങ്ങനെ ഈ ചകിരിച്ചോറ് കൊണ്ടുവന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം വലിയൊരു ടബയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളമൊക്കെ നിറച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം അതിൽ കുമ്മായാണ് കേട്ടോ വിതറുന്നത്. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്നതിനായിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചാക്കോ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ഇത് മുഴുവനും അങ്ങനെ തന്നെ നിർത്തിയതിന് ശേഷം പിറ്റേന്നാണ് കേട്ടോ ഞങ്ങളിത് കഴുകി എടുക്കാൻ വേണ്ടി പോകുന്നത്. ചകിരിച്ചോറിൻ്റെ കറ അങ്ങനെ പോക്കിയിട്ടില്ലെങ്കിൽ കൃഷിയൊന്നും അത്ര നന്നായിട്ട് വരില്ല കേട്ടോ. ഒരു മഞ്ഞളിപ്പ് രോഗമോ അങ്ങനെ ഒക്കെ വരും കേട്ടോ ചെടികൾക്കൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചകിരിച്ചോറൊക്കെ നല്ലോണം ഇളക്കിയതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് വലയൊക്കെ കെട്ടിയിട്ട് ചെറിയ കണ്ണികളിലുള്ള വല കെട്ടിയിട്ട് അതിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തരിപ്പൊക്കെ എടുത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറൊരു അടി ഒക്കെ ഓട്ടയാക്കിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്കാണ് കേട്ടോ ഈ വെള്ളമൊക്കെ ചകിരിച്ചോറിൻ്റെ വെള്ളം എടുക്കുന്നത്. പിന്നെ വേറെ 2 പാത്രങ്ങളിലും ഞങ്ങൾ ചകിരിച്ചോറ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഊറ്റിയെടുത്തതിലേക്ക് പിന്നെ നല്ലോണം വെള്ളം മോട്ടറിൽ അടിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ കറകളൊക്കെ നല്ലോണം തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഒരു വട്ടം ചെയ്തതിന് ശേഷം രണ്ടാമതും ആ ചകിരിച്ചോറ് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഊറ്റിയെടുക്കണം കേട്ടോ. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഓട്ടയിട്ട് അങ്ങനെ ചെയ്യുന്നതിനാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചകിരിച്ചോറ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. അതിലുള്ള ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കാണുന്നതാണ്. ആ കളറിലുള്ള അത്രയ്ക്കും ഇങ്ങനെ കറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹരി നന്ദനമൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് 1-2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഈ പണി എടുക്കുന്നത്. അങ്ങനെ വലയിലൊക്കെ എടുത്തതിന് ശേഷം രണ്ടാമത് ഞങ്ങൾ വെള്ളം ഒഴിച്ച് കഴുകുന്നതിനായിട്ട് വലിയ വട്ടപാത്രത്തിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെയും ഞങ്ങൾ വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ല ചകിരിച്ചോറ് നമുക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റിലേക്ക് ആയപ്പം വലിയ ബക്കറ്റ് കൊണ്ടൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. പാട്ടയൊക്കെ എടുത്ത് ലാസ്റ്റ് ആയപ്പം ബക്കറ്റായിട്ടുണ്ട് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഈ കിട്ടുന്നത് കുറേ നേരം വെള്ളമൊക്കെ ഊറ്റി വച്ചതിന് ശേഷം നമ്മൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിലേക്ക് വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണക്കി കിട്ടുന്ന ചകിരിച്ചോറ് ഒരു ചാക്കിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ കൃഷിക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.